നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായിട്ട് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഇനി CPM-ന്റെയും ഒപ്പം തന്നെ BJP-യുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കാത്തിരിക്കുന്നത്. അതിൽ ഇത്തവണ BDJS ആയിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ BDJS-ന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. NDA-യുടെ ഭാഗമായിട്ട് BDJS മത്സരിക്കുന്നു. NDA ആയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് BDJS-നാണ് സീറ്റ്. അപ്പം അതായത് മത്സരിക്കും എന്നൊക്കെ തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പം അതിലിപ്പം മത്സരിക്കും എന്ന കാര്യത്തിൽ തീരുമാനം NDA-യുടെ സ്ഥാനാർത്ഥിയാണ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, മത്സരിക്കും. തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ പ്രയത്നവും അതിന്റെ മറ്റു ചെലവുകളും ഒക്കെ വരുമ്പോൾ ഒരു വലിയ പ്രയാസമുള്ള കാര്യം, അതിന് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത്തവണ എങ്ങനെയാണ്? കാരണം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് മണ്ഡലത്തിൽ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJP-യുമായിട്ടുള്ള ധാരണ പ്രകാരം മണ്ഡലം വെച്ചു മാറിയതാണ്. അപ്പം നിലമ്പൂർ മണ്ഡലം BDJS-ന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് തീർച്ചയായും BDJS-നെ മത്സരിക്കും. നിലവിലുള്ള വോട്ടിന്റെ ഒരു ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുക, ഒരു നല്ല പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും തരത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. എന്ന് പ്രഖ്യാപനം ഉണ്ടാവും മിക്കവാറും 30-ാം തീയതി തന്നെ. നാളെ BDJS-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൗൺസിലും അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ NDA-യുടെ യോഗം ചേർന്ന് രാവിലെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. 1-ാം തീയതി നോമിനേഷൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകിയെങ്കിലും അതായത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ BDJS ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. 1-ാം തീയതി തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BDJS. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ.